അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് കുഞ്ഞിരാമേട്ടൻ ഇവിടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഞങ്ങൾ ഒരു തരത്തിലും ഈ കേസിൽ ബന്ധപ്പെടുത്താൻ തെളിവിൻ്റെ ഒരു പുൽക്കൊടിത്തുമ്പ് പോലും ഇല്ല എന്ന് CBIക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ആരോ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നൊരു കള്ളക്കഥയുണ്ടാക്കി അതിന് പാർട്ടി നേതാക്കൾ നേതൃത്വം കൊടുത്തു എന്ന രീതിയിൽ ചിത്രീകരിച്ച് ഈ കൊലപാതകവുമായി ഞങ്ങളെ ബന്ധപ്പെടുത്താൻ CBI ശ്രമിച്ചത്. അതിൽ യാതൊരു വസ്തുതയില്ല എന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ വ്യാപകമായ പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാഥമികമായ വിധി വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ആ ശിക്ഷ റദ്ദ് ചെയ്ത് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കോടതിയിൽ നിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ന്യായമായും നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒട്ടേറെ കള്ളക്കേസുകളും ഇതുപോലെ തെറ്റായ രീതിയിൽ കേസിൽപ്പെടുത്തി രാഷ്ട്രീയപരമായ രീതിയിലേക്കുള്ള പ്രചരണം നടത്തുകയും ചെയ്തിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്കിതിനു മുമ്പും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസും UDF എല്ലാം ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. അത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ രാഷ്ട്രീയമാണത്. അതിൽ യാതൊരു കാര്യമില്ല. കാരണം ഈ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെന്ന് കോടതി തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു വിധി നമ്മുടെ മുമ്പാകെയുണ്ട്. അതുകൊണ്ട് നിയമപരമായ രീതിയിലേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും. കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കോടതിക്ക് തന്നെ പ്രാഥമികമായി വ്യക്തമായിട്ടുണ്ട്, ബോധ്യമായിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പെശകുകളോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്, അതുപോലെ ശിക്ഷ റദ്ദ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആരോപണത്തെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂ. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും. അവർ സ്വാഭാവികമല്ലേ, അത് സാക്ഷികളും അത് കൃത്രിമ സാക്ഷികളും വ്യാജ മൊഴികളും കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കെതിരായി രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തിയത്. അത് കോടതിക്ക് മുമ്പാകെ ഞങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ബോധ്യപ്പെടുത്തും. അപ്പോൾ കൃത്യമായി കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള നീതി ലഭ്യമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.